സർ, കഴിഞ്ഞ ദിവസം ഹോസ്റ്റലിൽ പോയി സാറുണ്ടാക്കിയ പ്രശ്നങ്ങൾ വല്ലതും സാറിന് ഓർമ്മയുണ്ടോ? പാറുവിന് സാറിനോട് നല്ല ദേഷ്യം ഉണ്ടാവും. ഈ സാഹചര്യത്തിൽ വീണ്ടും അവളോട് സംസാരിക്കാൻ നിൽക്കണോ? പ്രശ്നം കൂടുതൽ വഷളാവുകയല്ലേ ഉള്ളൂ. പ്രിയൻ, ഞാൻ ഇന്നലെ ചെയ്തത് അതെത്ര വലിയ തെറ്റാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എനിക്ക് പാർവതിയോട് മാപ്പ് ചോദിച്ചാൽ മാത്രം മതി. അവൾ ഇന്ന് മുതൽ എന്റെ ക്യാബിനിലേക്ക് കോഫി കൊണ്ട് വരില്ല എന്ന് പറഞ്ഞപ്പോൾ തന്നെ അവൾ എന്നോട് ദേഷ്യത്തിലാണെന്ന് എനിക്ക് മനസ്സിലായി. ഇപ്പോ നേരിട്ട് മാപ്പ് ചോദിക്കാൻ വന്നപ്പോ എന്റെ മുഖത്തെ പോലും അവൾ നോക്കുന്നില്ല. പാർവതിക്ക് എന്നെ ഇഷ്ടപ്പെടാനോ ഇഷ്ടപ്പെടാതിരിക്കാനോ ഉള്ള സ്വാതന്ത്ര്യമുണ്ട്. അതിന് ഞാൻ ചോദ്യം ചെയ്യുന്നത് ശരിയല്ല. എനിക്ക് പാർവതി ഇഷ്ടപ്പെട്ടതുപോലെ പാർവതിക്കും സ്വന്തമായി ഇഷ്ടങ്ങൾ ഉണ്ടാവുമല്ലോ. അതിന് ഞാൻ ബഹുമാനിച്ചേ പറ്റൂ. പക്ഷേ ഇന്നലെ ഹോസ്റ്റലില് കുടിച്ച അവസ്ഥയില് എന്റെ ഇഷ്ടം ഞാൻ പാർവതിയുടെ മേലെ അടിച്ചേൽപ്പിക്കാനാണ് ശ്രമിച്ചത്. അതെന്റെ കുറ്റബോധം എന്റെ ഉള്ളിക്കിടന്ന് നീറുവാ. ഇന്നലെ വരെ എന്നെ ബഹുമാനത്തോടെ നോക്കിയിരുന്ന എന്റെ സ്റ്റാഫ്സ് എന്നെ ഇന്ന് മറ്റൊരു രീതിയിലാണ് നോക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. അത് ഞാൻ ഇന്നലെ പാർട്ടിയിലും പിന്നെ ഹോസ്റ്റലിലും മോശമായിട്ട് പെരുമാറിയതിന്റെ ഫലമാണെന്ന് എനിക്കറിയാം. എനിക്ക് അവരെയൊക്കെ ഫേസ് ചെയ്യാൻ പോലും ബുദ്ധിമുട്ടുണ്ട് പ്രിയ. അതൊക്കെ സാറിന് വെറുതെ തോന്നുന്നത്. സാറിനോട് എല്ലാവർക്കും ഉള്ള ബഹുമാനം ഇപ്പോഴും അങ്ങനെ തന്നെയുണ്ട്. പ്രിയൻ ഇങ്ങനെ പറയുന്നത് എന്നെ വിഷമിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണെന്ന് എനിക്കറിയാം. പക്ഷേ ഞാൻ എത്ര വലിയ തെറ്റാ ചെയ്തെന്ന് എനിക്കറിയാം. അതിനൊരു സോറിയെങ്കിലും ചോദിച്ചില്ലെങ്കിൽ എനിക്ക് മനസ്സമാധാനം കിട്ടില്ല. എനിക്ക് പാർവതി എന്നോട് പണ്ടത്തെ പോലെ പെരുമാറിയാൽ മാത്രം മതി. ഞാൻ അവളുടെ പുറകെ നടക്കുകയോ ഇഷ്ടമാണെന്ന് പറയോ ഒന്നും ചെയ്യില്ല. ഇത് അവളോട് പറഞ്ഞ് മാപ്പ് ചോദിക്കുക, അത് മാത്രം എന്റെ ഉദ്ദേശം. എന്നെ ഒന്ന് സഹായിക്ക് പ്രിയൻ. പാറുവിന് സാറിനോട് നല്ല ദേഷ്യമുണ്ട്. അവളെ പെട്ടെന്ന് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റിയെന്ന് വരില്ല. I can understand. പ്രിയൻ, എത്ര സമയം വേണമെങ്കിലും എടുത്തോ. പക്ഷേ നീ എങ്ങനെയെങ്കിലും പാർവതി ഒന്ന് സമ്മതിപ്പിക്കണം. താങ്ക് യു. ഇക്കാര്യം ഞാൻ പാറുവിനെ എങ്ങനെ പറഞ്ഞ് സമ്മതിപ്പിക്കാനാ? ഈശ്വര, ഈ ഗതി ആർക്കും ഉണ്ടാവില്ലേ? പാറു, പാറു, എനിക്കൊരു കാര്യം പറയാനുണ്ട്. നീ അത് ക്ഷമയോടെ കേൾക്കണം. എന്തിനാ പ്രിയൻ ചേട്ടാ ഇങ്ങനെ മുഖവരെയൊക്കെ? കാര്യം പറയേ. കൈലാഷ് സാറിന് നിന്നോട് സംസാരിക്കണമെന്ന് പറഞ്ഞു. നീ പറ്റുമെങ്കിൽ അദ്ദേഹത്തോടൊന്ന് സംസാരിക്ക. പ്രിയൻ ചേട്ടൻ ഒറ്റയ്ക്ക് സംസാരിക്കാനായിട്ട് കൈലാസ് സാറ് കൊണ്ടുപോയപ്പോഴേ തോന്നി വിഷയം ഇത് തന്നെ ആയിരിക്കുന്നു. അദ്ദേഹത്തിന് വേണ്ടി എന്നോട് വാദിക്കാൻ വേണ്ടിയാണോ പ്രിയൻ ചേട്ടൻ വന്നത്? എനിക്ക് ആരോടൊന്നും സംസാരിക്കണ്ട. ഇന്നലെ കൈലാസ് സാർ ഉണ്ടായിരുന്ന മാനസികാവസ്ഥയിലല്ല ഇപ്പൊ ഉള്ളത്. അദ്ദേഹത്തിന് ചെയ്തതെല്ലാം തെറ്റാണെന്നുള്ള ബോധ്യമുണ്ട്. അദ്ദേഹം നിന്നോട് ക്ഷമ ചോദിക്കാൻ വേണ്ടിയാ വിളിക്കുന്നത്. എനിക്ക് ആരുടെയും ക്ഷമ കേൾക്കണ്ട. ഇതോടെ ഈ വിഷയം വിട്ടുകളഞ്ഞാൽ മാത്രം മതി. എനിക്കിതിനെക്കുറിച്ച് സംസാരിക്കാൻ ഒരു താല്പര്യവുമില്ല. പാറു, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. പ്രിയ, ഇവൾക്ക് സംസാരിക്കാൻ താല്പര്യമില്ലെങ്കിൽ നീ വെറുതെ നിർബന്ധിക്കണ്ട. ഇന്നലെ ഹോസ്റ്റലിൽ വന്ന് അത്രയും ആളുകളുടെ മുന്നിൽ വെച്ച് കൈലാഷ് സാറ് ബഹളം വെച്ചതുകൊണ്ട് ഇവൾക്ക് എന്തുമാത്രം നാണക്കേടാ സംഭവിച്ചതെന്ന് നിനക്കറിയോ? എന്നിട്ടും അദ്ദേഹത്തോട് ചെന്ന് സംസാരിക്കാൻ ഇവളോട് പറയാൻ നിനക്ക് എങ്ങനെയാ തോന്നിയത്? പിന്നെ ഞാൻ എങ്ങനെ സംസാരിക്കണം? കുറ്റബോധത്തോടെ ചെയ്തതിനെല്ലാം മാപ്പ് ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളെ വീണ്ടും കുത്തുവാക്ക് പറഞ്ഞ് വേദനിപ്പിക്കുന്നത് ശരിയാണോ? പാറുവും ഇവിടെയുള്ള സ്റ്റാഫുകളും എല്ലാം ഇപ്പൊ അദ്ദേഹത്തോട് വേറെ രീതിയിലാണ് പെരുമാറുന്നതെന്ന് സാറിന് വ്യക്തമായി മനസ്സിലാവുന്നുണ്ട്. അദ്ദേഹത്തിന് അതിൽ വളരെയധികം വിഷമമുണ്ട്. അതൊക്കെ മദ്യപിച്ച് ഹോസ്റ്റലിൽ പ്രശ്നം ഉണ്ടാക്കാൻ പോകുന്നതിന് മുൻപ് ചിന്തിക്കണമായിരുന്നു.
ഇപ്പൊ വന്ന് മാപ്പ് ചോദിച്ച എല്ലാം ശരിയാവോ? ഞാൻ അദ്ദേഹം ചെയ്തത് ന്യായീകരിക്കാനല്ല നോക്കുന്നത്. പക്ഷേ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുകൂടി ചിന്തിക്കണം. ഇത്രയും കാലത്തിനിടയ്ക്ക് അദ്ദേഹത്തിന്റെ ആഗ്രഹങ്ങൾ എന്തെങ്കിലും നടക്കാതെ പോയിട്ടുണ്ടാവുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? പാറുവിന്റെ വിഷയത്തിൽ ജീവിതത്തിൽ ആദ്യമായിട്ട് അദ്ദേഹത്തിന് ആഗ്രഹിച്ചത് കിട്ടാതെ പോയി. അത് വലിയൊരു ചതിയാണെന്ന് അദ്ദേഹം തെറ്റിദ്ധരിച്ചു. പെട്ടെന്ന് വന്ന ദേഷ്യത്തിൽ അങ്ങനെയൊക്കെ സംഭവിച്ചു പോവും. പാറു ചെയ്തു തന്നെ നോക്ക്. കൈലാഷ് സാറിന് ഇനി മുതൽ കാപ്പി കൊണ്ടു കൊടുക്കില്ല, ഓഫീസിൽ തിരി കൊളുത്തില്ല എന്നൊക്കെ ഇവള് തീരുമാനിച്ചില്ലേ? ഇതുവരെ കൈലാഷ് സാർ ചെയ്ത ഉപകാരങ്ങളെല്ലാം ഇവൾ ഒറ്റയടിക്ക് മറന്നില്ലേ? ഞാൻ ചേച്ചിയോട് പറഞ്ഞില്ലേ, പ്രിയൻചേട്ടൻ എന്നെ ഒരു നന്ദി കെട്ടവളായിട്ടാ കാണുന്നത്. ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. പിന്നെ എന്താ നീ ഉദ്ദേശിച്ചേ? കൈലാഷ് സാർ എന്തൊക്കെ ഉപകാരങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഇവളോട് അങ്ങനെയൊന്നും പെരുമാറാൻ പാടില്ല. മാത്രമല്ല, ഇവൾ അങ്ങോട്ട് സഹായം ചോദിച്ചിട്ടാണോ അദ്ദേഹം ഇതെല്ലാം ചെയ്തത്? സ്വന്തം ഇഷ്ടപ്രകാരമല്ലേ? അതെല്ലാം എന്ത് ലക്ഷ്യം വെച്ചിട്ടാണെന്ന് ഇപ്പൊ നമുക്ക് മനസ്സിലായല്ലോ. പാറുവിനെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയല്ലേ ഇതെല്ലാം അദ്ദേഹം ചെയ്തത്? അദ്ദേഹം കമ്പനിയിലെ എല്ലാവർക്കും ഇതുപോലെ സഹായം ചെയ്യുന്നുണ്ടോ? എല്ലാം അങ്ങനെ വളച്ചൊടിക്കേണ്ട കാര്യമില്ല ജയന്തി. ആരായാലും ഇഷ്ടമുള്ളവർക്ക് മാത്രമേ സഹായങ്ങൾ ചെയ്തു കൊടുക്കൂ. നാളെ കരുണാകരൻ വന്ന് ജയന്തിയോടൊരു സഹായം ചോദിച്ചാൽ ജയന്തി ചെയ്യൂ. പക്ഷെ അതേ സഹായം മോഹൻ ചോദിക്കുകയാണെങ്കിൽ ജയന്തി ചെയ്യില്ലേ? അതുകൊണ്ട് ജയന്തി മോശക്കാരിയാവൂ?